100 മനുഷ്യരും ഒരു ഗൊറില്ലയും തമ്മിൽ യുദ്ധം ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതുപോലെ മറ്റൊരു യുദ്ധത്തിനു വേണ്ടി വീണ്ടും ഗൊറില്ലകൾ തയ്യാറാവുകയാണ്. പക്ഷെ ഇത്തവണ ഒന്നിന് പകരം 100 ഗൊറില്ലകളുണ്ട്. കാരണം മറുവശത്ത് നിൽക്കുന്നത് രാക്ഷസ ജീവികളുടെ രാജാവെന്നറിയപ്പെടുന്ന അതിഭയാനകമായ ഒരു ടീറക്സ് ആണ്. ഈ യുദ്ധത്തിൽ ആരായിരിക്കും ജയിക്കുക? നമുക്ക് നോക്കാം. ഈസ്റ്റേൺ ലോലാൻഡ് എന്ന തരം ഗൊറില്ലകളെയാണ് ഈ സാങ്കല്പിക യുദ്ധത്തിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രവേഴ്സ് ഗൊറില്ല എന്നും ഇവ അറിയപ്പെടും. ഇവയാണ് ഏറ്റവും വലിയ ഗൊറില്ല വർഗം. പൂർണ്ണ വളർച്ചയെത്തിയ ഗ്രവേഴ്സ് ഗൊറില്ലകൾക്ക് ശരാശരി ഏതാണ്ട് 6 അടി വരെ ഉയരവും 200 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ശരാശരി കണക്കാണ്. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ കണക്ക് നോക്കുകയാണെങ്കിൽ ഗ്രവേഴ്സ് ഗൊറില്ലയ്ക്ക് ഏതാണ്ട് 400 കിലോഗ്രാം വരെ ഭാരവും 6.5 അടിയോളം ഉയരവും വയ്ക്കാൻ കഴിയും. നമ്മുടെ സാങ്കല്പിക ഫൈറ്റിൽ ഏറ്റവും കൂടിയ കണക്ക് തന്നെ നമ്മൾ പരിഗണിക്കണം. കാരണം ഇവരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന രാക്ഷസ ജീവി അത്ര നിസ്സാരക്കാരനല്ല. അപ്പോൾ 100 ഗൊറില്ലകൾക്കും 400 കിലോഗ്രാം ഭാരവും 6.5 അടി ഉയരവുമുണ്ട്. ഇതിലെ ഓരോ ഗൊറില്ലയ്ക്കും ഒരു ശരാശരി മനുഷ്യന്റെ 20 മടങ്ങിൽ കൂടുതൽ ശക്തി ഉണ്ടായിരിക്കും. ഇതിന്റെ കൈകളും കാലുകളും മൊത്തം വലിയ മസിൽസ് കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒറ്റയിടിക്ക് നമ്മുടെ എല്ലുകൾ വരെ പൊടിച്ചു കളയാൻ ഗൊറില്ലകൾക്ക് പറ്റും. പക്ഷേ ഗൊറില്ലകളുടെ ആരോഗ്യം ശരിക്കും അത്ഭുതാവഹമാണെങ്കിലും ശരിക്കുമുള്ള ഫൈറ്റിങ്ങിന് വേണ്ടി ഇവ ഈ ആരോഗ്യം അധികമായിട്ട് ഉപയോഗിക്കാറില്ല. ഇവ പരസ്പരം തല്ലുകൂടുന്നതിനിടയിൽ ചിലപ്പോഴൊക്കെ ഇവയുടെ ബലിഷ്ഠമായ കരങ്ങൾ ഉപയോഗിച്ച് ശക്തമായിട്ട് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും അതൊന്നും വലിയ കാര്യമായ ക്ഷതമുണ്ടാക്കാറില്ല. എന്നാൽ ശരിക്കും കൊല്ലണമെന്ന ചിന്തയോടെ ആക്രമിക്കുമ്പോൾ ഗൊറില്ലകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് അവയുടെ മാരകമായ പല്ലുകളാണ്. ഈ പല്ലുകൾ ഉപയോഗിച്ച് വളരെ ശക്തമായിട്ട് കടിക്കാൻ സഹായിക്കുന്ന തരത്തിൽ വലിയ പേശികളും ഇവയുടെ താടിയെല്ലുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഒരു കടിക്ക് 1300 PSI വരെ ശക്തിയുണ്ടായിരിക്കും. അതായത് ഇതിന്റെ ഒരു കടിയിൽ നമ്മുടെ തലയോട്ടി വരെ പിളർന്നു പോകും. ഗൊറില്ലകൾ കൂട്ടം ചേർന്ന് ഒറ്റപ്പെട്ട ഗൊറില്ലകളെ ആക്രമിക്കാറുണ്ട്. ഇവയുടെ ടീം വർക്ക് അത്രത്തോളം എഫക്റ്റീവ് അല്ല എന്നാണ് അത്തരം ആക്രമണങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. എന്തെന്നാൽ കൂട്ടത്തോടെ ആക്രമിക്കാൻ പോയാലും അവസാനം എല്ലാത്തിനും കാര്യമായ പരിക്കുകൾ പറ്റുകയാണ് പതിവ്. അപ്പോൾ എണ്ണത്തിൽ കൂടുതലുള്ളത് ഇവയ്ക്കൊരു വലിയ അഡ്വാൻറ്റേജ് അല്ല എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഗൊറില്ലകൾ പൊതുവെ സമാധാനപരമായ ജീവികളാണ്. വെറുതെ മറ്റ് ജീവികളെ ഒന്നും ആക്രമിക്കാൻ പോകാറില്ല. എന്നാൽ അവയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അവ വെറുതെ വിടുകയുമില്ല. അതുകൊണ്ട് തന്നെ അധികം ജീവികളൊന്നും ഇവയെ പതിവായിട്ട് വേട്ടയാടാറില്ല. ഒരേ ഒരു ജീവി മാത്രമാണ് ഇവയെ സ്ഥിരമായിട്ട് വേട്ടയാടുന്നത്. അത് ലെപ്പേർഡ്സ് ആണ്. പൂർണ്ണ വളർച്ചയെത്തിയ സിൽവർ ബാക്ക് ഗൊറില്ലകളെ പോലും ലെപ്പേർഡ്സ് വേട്ടയാടി കൊല്ലാറുണ്ട്. എവിടെയെങ്കിലും ലെപ്പേർഡ്സിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ അവിടെയുള്ള ഗൊറില്ലകൾ അവിടുന്ന് സ്ഥലം വിടുകയാണ് പതിവ്. അപ്പോൾ ഗൊറില്ലകളെ സംബന്ധിച്ചിടത്തോളം ലെപ്പേർഡ്സ് അത്രയേറെ ഡേഞ്ചറസ് ആണ്. ഓർക്കുക, ശരാശരി ലെപ്പേർഡ്സിന് സിൽവർ ബാക്ക് ഗൊറില്ലകളുടെ പകുതി വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ഇവയുടെ വലിപ്പവും ആരോഗ്യവും മറ്റ് ജീവികളെ നേരിടുന്നതിൽ അത്രത്തോളം ഉപയോഗപ്രദമല്ല എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഗൊറില്ലകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നാൽ അവ താരതമ്യേന വളരെ ബുദ്ധിയുള്ള ജീവികളാണ്. മനുഷ്യർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവികളിൽ ഒന്നാണ് ഗൊറില്ലകൾ. പല കാര്യങ്ങൾക്കും വേണ്ടി ഇവ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ചിലപ്പോഴൊക്കെ വെള്ളത്തിന്റെ ആഴം അളക്കാൻ വേണ്ടി വടി മുക്കി നോക്കും. അതുപോലെ വെള്ളത്തിൽ നിന്ന് പുല്ല് പറിക്കുന്ന സമയം ബാലൻസ് ചെയ്യാൻ വേണ്ടി വടിയെടുത്ത് വെള്ളത്തിൽ ഊന്നി നിൽക്കും. ഇങ്ങനെ പല രീതികളിലും ഇവയ്ക്ക് ടൂൾസ് ഉപയോഗിക്കാൻ അറിയാം. നമ്മുടെ സാങ്കല്പിക ഫൈറ്റിൽ ഒരു ടൂൾസും ഉണ്ടായിരിക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ടൂൾസ് നൽകിയാലും ഗൊറില്ലകൾക്കത് ഫൈറ്റിങ്ങിന് വേണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. അതായത് നമുക്ക് പല ടൂൾസും ഉപയോഗിക്കാൻ അറിയാം. പക്ഷെ എന്ന് കരുതി ആ ടൂൾസ് വെച്ച് നമുക്ക് കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു നഞ്ചൊക്കെ കിട്ടിയാൽ നിങ്ങളിൽ എത്ര പേർക്ക് അത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായും അതിനെ പ്രാക്ടീസ് കിട്ടിയവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഗൊറില്ലകളുടെ കാര്യത്തിലും. അതുകൊണ്ട് ടൂൾസ് ഉപയോഗിക്കാൻ അറിയാമെന്നതും ഗൊറില്ലകൾക്ക് ഒട്ടും തന്നെ അഡ്വാൻറ്റേജ് അല്ല. ചുരുക്കി പറഞ്ഞാൽ ഗൊറില്ലകളുടെ ആകെയുള്ള ആയുധങ്ങൾ അവയുടെ പല്ലുകളും തീവ്രമായ കടിശക്തിയുമാണ്. ഇനി നമുക്ക് ഗൊറില്ലകളുടെ എതിരാളിയായ ടീറക്സിനെ നോക്കാം. ഏകദേശം 100ഓളം ടീറക്സുകളുടെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ടീറക്സുകളെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുമുണ്ട്. സ്കോട്ടി എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു ഫോസിലാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ടീറക്സ് ഫോസിൽ. നിഗമനമനുസരിച്ച് ഈ ടീറക്സിന് ഏതാണ്ട് 43 അടി വരെ നീളവും 9000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ വലുതാണെന്ന് കരുതപ്പെടുന്ന മറ്റൊരു ടീറക്സ് ഫോസിൽ കണ്ടെത്തി. പക്ഷേ ആ ഫോസിലിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ വലിപ്പവും ഭാരവും കൃത്യമായിട്ട് നിർണയിച്ചിട്ടുമില്ല.
എന്തായാലും ഫോസിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ടീറക്സുകൾ 47 അടി വരെ നീളവും 20 അടി വരെ ഉയരവും 14,000 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ഈ പരമാവധി എസ്റ്റിമേഷൻ തന്നെ നമ്മുടെ സാങ്കല്പിക ഫൈറ്റിന് വേണ്ടി നമുക്ക് എടുക്കാം. ഇത്രയും വലിപ്പവും ഭാരവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ടീറക്സിന് 50 km/h വേഗത്തിൽ വരെ ഓടാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇവയിൽ നിന്നും ഓടി രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. ഇവയുടെ ശരീരഘടന വെച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് ക്ഷിപ്രനേരം കൊണ്ട് തിരിയാനും സാധിച്ചിരുന്നിരിക്കും. ട്രൈസെറാടോപ്സ് പോലെയുള്ള ജീവികളെയൊക്കെയാണ് ടീറക്സുകൾ നിരന്തരമായിട്ട് വേട്ടയാടിയിരുന്നത്. ആ ജീവികൾ വളരെ വേഗത്തിൽ ഇടിക്കാൻ ഓടിവരും. അപ്പോൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ ചിലപ്പോൾ ടീറക്സിന്റെ കഥ കഴിയും. അതുകൊണ്ട് അവയ്ക്ക് പെട്ടെന്ന് തിരിയുക എന്നതും ഓടുക എന്നതും വളരെ അത്യാവശ്യ കാര്യവുമായിരുന്നിരിക്കും. ടീറക്സിന്റെ തല ശരിക്കും ഭീമാകാരമാണ്. ഉദാഹരണത്തിന് സിയു എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു ടീറക്സിന്റെ തലയോട്ടിക്ക് 5 അടി നീളവും 272 കിലോഗ്രാം ഭാരവുമുണ്ട്. അതായത് ഇതിന്റെ തലയോട്ടിക്ക് മാത്രം ഒരു ശരാശരി ഗൊറില്ലയുടെ അത്ര വലിപ്പവും ഭാരവുമുണ്ട്. ഓർക്കുക, ഇത് അസ്ഥികൂടത്തിന്റെ ഭാരമാണ്. ജീവൻ ഉണ്ടായിരുന്നപ്പോൾ ഇതിന്റെ തലയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ ഭാരമുണ്ടായിരുന്നിരിക്കും. തലയുടെ 75% അതിന്റെ വായാണ്. ഈ വായ് തന്നെ ആയിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധവും. വായ് നിറയെ കൂർത്ത് നീളമുള്ള 60ഓളം പല്ലുകളുണ്ട്. ഓരോ പല്ലും 30 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ളതാണ്. ടസ്കുകളെ ഒഴിവാക്കിയാൽ ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ കരയിലെ ഏറ്റവും നീളം കൂടിയ പല്ലുകളുള്ള ജീവി യഥാർത്ഥത്തിൽ ടീറക്സുകളാണ്. ഇരകളെ കടിച്ച് കീറുന്ന വിധത്തിൽ ടീറക്സിന്റെ പല്ലുകൾ കൂർത്ത് വളഞ്ഞതായിരുന്നു. ഈ പല്ലുകൾക്ക് നീളം മാത്രമല്ല കട്ടിയും വളരെ കൂടുതലാണ്. ഇരകളെ കടിക്കുമ്പോൾ പല്ല് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിയുള്ളത്. ലോകത്തിൽ ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ള ജീവികളിൽ ഒന്നാണ് ടീറക്സ്. ഇതിന്റെ ഒരു കടിക്ക് 14,000 PSI വരെ ശക്തിയുണ്ടായിരുന്നു. ഇത്രയും മാരകമായ കടിശക്തി ഉപയോഗിച്ച് ഇരകളെ ആക്രമിക്കുമ്പോൾ ഒരു കടിയിൽ തന്നെ ഇരകളുടെ എല്ലുകൾ പോലും പപ്പടം പോലെ പൊടിഞ്ഞു പോകും. ഈ കടിശക്തിയും ഭീമാകാരമായ വായും ഉപയോഗിച്ച് ഒറ്റ കടിയിൽ തന്നെ 100 കിലോഗ്രാമിൽ കൂടുതൽ ചത വലിച്ചു കീറാനും ഇവയ്ക്ക് കഴിയും. ഒരു ഗൊറില്ലയെ പുഷ്പം പോലെ ഇതിനെ കൊന്നു തിന്നാൻ പറ്റും. ടീറക്സിന്റെ ഫോസിൽസിൽ പല വിധത്തിലുമുള്ള മാരകമായ പരിക്കുകളും പറ്റിയിട്ടുള്ളതിന്റെ പാടുകളുണ്ട്. മാരകമെന്ന് വെച്ചാൽ ഒടിഞ്ഞ കഴുത്ത്, ദ്വാരം വീണ താടിയെല്ല്, ഒടിഞ്ഞ വാരിയെല്ല്, വിച്ഛേദിക്കപ്പെട്ട കൈകളും കാലുകളും, പിളർന്ന തലയോട്ടി, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏകദേശം എല്ലാ മാരക പരിക്കുകളും ടീറക്സിന്റെ ഫോസിൽസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്നാൽ ഇത്തരം പരിക്കുകൾ പറ്റിയിട്ടും ഈ ജീവികൾ വീണ്ടും അതിജീവിച്ചു. അപ്പോൾ ടീറക്സുകളെ അത്ര പെട്ടെന്നൊന്നും വീഴ്ത്താൻ കഴിയില്ലെന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ടീറക്സുകൾ ശരിക്കും ഭയാനകമായ രാക്ഷസ ജീവികൾ തന്നെയായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാക്ഷസ ജീവികളുടെ രാജാവ് എന്ന് പറയുന്നത്. ദിനോസറുകളുടെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ഭീകര ജീവികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിൽ അതിജീവിക്കാൻ ടീറക്സുകൾക്ക് ഇത്രയും ഭീകരമാവുകയല്ലാതെ വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. തുറസായ ഒരു സ്ഥലത്താണ് നമ്മുടെ സാങ്കല്പിക ഫൈറ്റ് നടക്കുന്നത്. 100 ഗൊറില്ലകളെയും ടീറക്സിനെയും ഈ തുറസായ സ്ഥലത്തിലേക്ക് ഇറക്കി വിടണം. ഗൊറില്ലകളെ കണ്ട ഉടനെ ടീറക്സ് ചെന്ന് ആക്രമിക്കില്ല. പകരം കുറച്ചുനേരം ഗൊറില്ലകളെ നിരീക്ഷിക്കും. കാരണം ഗൊറില്ലകൾ ടീറക്സ് കണ്ടിട്ടില്ലാത്ത ഒരു ജീവി വർഗമാണ്. അത് മാത്രമല്ല, കുറച്ചെങ്കിലും ചിന്തിച്ച ശേഷം മാത്രമേ ടീറക്സുകൾ ആക്രമിക്കുകയുള്ളൂ. അല്ലാതെ കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും ആക്രമിക്കുന്ന ജീവി അല്ല ടീറക്സ്. ടീറക്സിനെ കാണുമ്പോൾ തന്നെ ഗൊറില്ലകൾ പകച്ചു പോകും. ഭീമാകാരമായ വലിപ്പം തന്നെയാണ് അതിന്റെ കാരണം. പക്ഷെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത ജീവി ആയതുകൊണ്ട് ഗൊറില്ലകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം കൺഫ്യൂഷൻ അടിച്ചു നിൽക്കും. ശേഷം ടീറക്സ് അതിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഒന്ന് അലറി നോക്കും. ആ ഭയാനകമായ അലർച്ച കേൾക്കുന്നതും പേടിച്ച് വിറച്ച് 100 ഗൊറില്ലകളും 100 വഴിക്ക് ഓടാൻ തുടങ്ങും. അത് കാണുമ്പോൾ ഗൊറില്ലകളെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് ടീറക്സിന് മനസ്സിലാകും. പിന്നെ ടീറക്സ് ആണെങ്കിൽ കണ്ണിൽ കാണുന്ന ഗൊറില്ലകളെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നുകളയാൻ തുടങ്ങും. ഒരു ഗൊറില്ലയെ ഒറ്റ കടിയിൽ തന്നെ ഇതിനെ കൊല്ലാൻ പറ്റും. കുറെ ഗൊറില്ലകളെ തിന്നുമ്പോഴേക്കും ടീറക്സിന്റെ വിശപ്പ് മാറും. പിന്നെ അത് എവിടെയെങ്കിലും കിടന്ന് വിശ്രമിക്കും. ആ തക്കത്തിൽ ബാക്കിയുള്ള ഗൊറില്ലകൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടും. ഇതായിരിക്കും ഈ സാങ്കല്പിക ഫൈറ്റിൽ ശരിക്കും സംഭവിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഒരു ഫൈറ്റ് എന്ന് പറയാൻ പോലും പറ്റില്ല. അത്രയും നിസ്സാരമായിട്ട് ഈ യുദ്ധത്തിൽ ടീറക്സ് ജയിക്കും. ഇനി ഒരുപക്ഷെ എന്തെങ്കിലും കാരണത്താൽ ഗൊറില്ലകൾ തിരിച്ചാക്രമിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഉദാഹരണത്തിന് ഈ ഫൈറ്റ് നടക്കുന്നത് കൊളോസിയം പോലെ അടഞ്ഞ ഒരു രംഗസ്ഥലത്താണെങ്കിൽ ഗൊറില്ലകൾക്ക് എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നെ അവയ്ക്ക് ടീറക്സുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നതല്ലാതെ വേറെ നിവർത്തിയുമില്ല.
പക്ഷെ അങ്ങനെ അവർ ടീറക്സിനെ തിരിച്ചാക്രമിക്കുകയാണെങ്കിലും ടീറക്സിനെ കാര്യമായിട്ടൊന്നും തന്നെ അവയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ടീറക്സിന് 20 അടിയോളം ഉയരമുള്ളതുകൊണ്ട് ഗൊറില്ലകൾക്ക് ടീറക്സിന്റെ കാലുകളെയും വാലിനെയും മാത്രമേ ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാന ഭാഗങ്ങളായ തലയും കഴുത്തും ഒന്നും ഗൊറില്ലകൾക്ക് തൊടാൻ പോലും സാധിക്കില്ല. എന്നാൽ ടീറക്സിനാണെങ്കിൽ അടുത്തു വരുന്ന ഗൊറില്ലകളെ ഒറ്റ കടിയിൽ തന്നെ കൊന്നു തള്ളാനും പറ്റും. ടീറക്സിനെ വീഴ്ത്താൻ ഒരുപക്ഷെ ഗൊറില്ലകൾ ടീറക്സിന്റെ കാലുകളെ ആക്രമിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ടീറക്സിന് പെട്ടെന്ന് തിരിയാനുള്ള കഴിവുണ്ട്. അതിനാൽ ഗൊറില്ലകൾക്ക് ടീറക്സിന്റെ കാലുകളെ അത്ര എളുപ്പത്തിൽ കടിക്കാൻ കഴിയില്ല. കടിക്കാൻ വേണ്ടി അടുത്തു വരുമ്പോൾ തന്നെ ടീറക്സ് ഗൊറില്ലകളെ കടിച്ചു കൊന്നുകളയും. അതുമാത്രമല്ല ടീറക്സിന്റെ സ്കിൻ വളരെ കട്ടിയുള്ളതാണ്. അതുകൊണ്ട് ഗൊറില്ലകളുടെ ഇടിയും കടിയും ഒന്നും ടീറക്സിന് അത്രത്തോളം ഏൽക്കുകയുമില്ല. ഇനി അഥവാ എന്തെങ്കിലും ചെറിയ പരിക്കുകൾ പറ്റിയാലും ടീറക്സ് അതൊന്നും വകവെക്കുക പോലുമില്ല. കാരണം വലിയ മാരകമായ പരിക്കുകൾ പറ്റിയിട്ടും ടീറക്സുകൾ അതിജീവിച്ചിട്ടുണ്ട്. അതിനാൽ ടീറക്സ് വീണ്ടും ഫൈറ്റ് ചെയ്യും. ടീറക്സിനെ പിന്നിലൂടെ ആക്രമിക്കുന്നതും അത്ര എളുപ്പമല്ല. കാരണം ടീറക്സിന്റെ ഗംഭീരമായ വാലുകൊണ്ട് ഒരു അടി കിട്ടിയാൽ ഗൊറില്ലകൾ ചമ്മന്തിയായി പോകും. കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ ഗൊറില്ലകൾക്ക് ചിലപ്പോൾ ടീറക്സിന്റെ കാലുകളെ ആക്രമിച്ച് വീഴ്ത്താൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുള്ള സമയം ടീറക്സ് കൊടുക്കില്ല. ഇതിനൊക്കെ പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഗൊറില്ലകളുടെ ശരീരത്തിലുള്ള മസിൽസിൽ പ്രധാനമായും ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ് ഉള്ളത്. ഈ മസിൽസിന് പെട്ടെന്ന് വൻതോതിലുള്ള ഊർജം നൽകാൻ സാധിക്കുമെങ്കിലും വളരെ വേഗം തന്നെ ഈ ഊർജം തീർന്നു പോകും. അതായത് ഗൊറില്ലകൾ പെട്ടെന്ന് തളരും. എന്നാൽ ടീറക്സുകൾ അങ്ങനെയല്ല. ഉരകജീവി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ടീറക്സിന്റെ എൻഡ്യൂറൻസ് വളരെ കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ടീറക്സിനെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ടീറക്സ് 100 ഗൊറില്ലകളെയും കൊന്നുകളയും. ടീറക്സിനാണെങ്കിൽ വളരെ നിസ്സാരമായ പരിക്കുകൾ മാത്രമായിരിക്കും കിട്ടുന്നത്. പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക്കലായിട്ട് യുദ്ധം ചെയ്താൽ ഒരുപക്ഷെ ഗൊറില്ലകൾക്ക് ജയിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അതിനുള്ള ബുദ്ധി ഗൊറില്ലകൾക്കില്ല. അങ്ങനെ അവസാനം ഈ യുദ്ധത്തിൽ ടീറക്സ് തന്നെ ആയിരിക്കും നിഷ്പ്രയാസം ജയിക്കുന്നത്.